അപ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ ഒരു ഗ്രാമത്തിൽ 3 ടെററിസ്റ്റ് വന്നതായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ ആ ഇൻഫർമേഷൻ്റെ ബേസിസിൽ ഞങ്ങൾ ആ ടീമായിട്ട് ഞങ്ങൾ എത്തി. അപ്പോൾ ഞങ്ങൾ കൂടെ ഒരു സ്നിഫർ ഡോഗും ഉണ്ടായിരുന്നു, ലാബായിരുന്നു, വെള്ള ലാബായിരുന്നു. അപ്പോൾ ആ ലാബിൻ്റെ ഹാൻഡിലറും ഞങ്ങൾ എല്ലാവരുമായിട്ടാണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി അവിടെ ലോക്കൽസും ഈ സോഴ്സസും പിന്നെ JNK പോലീസും ഒക്കെ എത്തിക്കഴിഞ്ഞിരുന്നു ഓൾറെഡി. അപ്പോൾ അവരെല്ലാം ചെന്ന് അതെല്ലാം അവിടെ ചെന്ന് ആ റൂമിലെല്ലാം സെർച്ചൊക്കെ ചെയ്ത് പോയി. അപ്പോൾ അവിടുന്ന് ടെററിസ്റ്റുകൾ പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വീട്ടിൽ നിന്ന് പുറത്തിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ആ വീട്ടിൻ്റെ തൊട്ട് വെളിയിൽ ഈ ഒരു ഇതുണ്ട്, കൃഷി ചെയ്യുന്ന പാടമുണ്ട്. ആ പാടത്തിൽ ചെറിയ നനവുണ്ട്, വലിയ നനവൊന്നുമില്ല, ചെറിയ നനവുണ്ട്. അപ്പൊ ആരോ നമ്മുടെ അടുത്ത് പറഞ്ഞു, സാറേ ഇതാ ഈ ഫുട് മാർക്ക്, ആ ഒരു ഷൂസിന്റെ ഒരു മാർക്ക്, ഇത് ടെററിസ്റ്റ് ആരാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഷുവർ ആണെന്ന് വെച്ചാൽ അതാണെന്ന് പറഞ്ഞു, ഇത് ഈ ഒരു ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഡോഗിനെ കൊണ്ടത് ആ ഷൂവിന്റെ ഇത് മണപ്പിച്ചു. എന്നിട്ട് അപ്പോൾ ഡോഗ് തന്നെ മണം കിട്ടി, അത് ഡോഗ് നടക്കാൻ തുടങ്ങി. അപ്പം ആദ്യം കുറെ നടന്നു, ഗ്രാമത്തിലോട്ട് നടന്നു, പിന്നെ ഗ്രാമത്തിന് പുറത്തോട്ട് നടന്നു, പിന്നെ അങ്ങനെ നടന്ന് കുറെ കഴിഞ്ഞപ്പോൾ നേരെ കുറച്ച് ആ ഗ്രാമത്തിന്റെ മുകളിൽ ഒരു മല പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ആ മല മൊത്തം ബേരനായിരുന്നു, അത് ഒന്നും ഇല്ല. അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു വെള്ളം വരുന്നതിന്റെ ഒരെണ്ണം, അത് വലിയൊരു കല്ല് മാത്രമാണ്, വലിയൊരു കല്ല് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിങ്ങനെ നടന്ന് കുറെ കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ നടന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ആക്ച്വലി തെറ്റായിട്ട് ഇത് ഏതോ ആട്ടുകുട്ടിയുടെ ഏതാണ്ട് മണം പിടിച്ചിട്ടാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ അത് എല്ലായിടത്തും പോകുന്നുണ്ട്. അങ്ങനെ ഇത് പോയി ആ വലിയൊരു ബോൾഡറിന്റെ അടുത്ത് എത്താൻ ചെന്നപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കുരയ്ക്കാൻ തുടങ്ങി. ഇത് കുരയ്ക്കാൻ തുടങ്ങിയതും ആ ബോൾഡറിന്റെ ബാക്കിൽ ഈ 3 ടെററിസ്റ്റ് എണീക്കുകയും അവരും ഫയർ ചെയ്യാൻ തുടങ്ങി, നമ്മളും ഫയർ. നമ്മൾ കംപ്ലീറ്റ്ലി ഓപ്പണിലായിരുന്നു. അതും അഗൈൻ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം അത് അവർ ഫയർ ചെയ്ത്, അല്ലെങ്കിൽ അവർ പേടി കൊണ്ടാവാം, നമ്മളിൽ ആർക്കും അത് കൊണ്ടില്ല ആ ബുള്ളറ്റ്സ്. പക്ഷെ നമ്മളെല്ലാം അപ്പോഴത്തേക്ക് ഗ്രൗണ്ട് പൊസിഷൻ എടുക്കുകയും കുറച്ചൊരു കവർ എടുക്കുകയും ചെയ്ത് ധാരാളം ഫയർ ഒക്കെ ചെയ്ത്, ബിക്കോസ് അവർക്ക് വേറെ ഒന്നും ഓടാൻ പറ്റത്തില്ലായിരുന്നു, അത് നമുക്ക് അറിയാമായിരുന്നു എവിടെയാണെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഓപ്പറേഷനിൽ ആ 3 ടെററിസ്റ്റിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്തു. ആൻഡ് അഗൈൻ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്കൊരു കാഷ്വാലിറ്റീസും ഉണ്ടായില്ല.